നമസ്കാരം. വളച്ചുകെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കത്തി, കാർ, ഈ രണ്ട് വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് ജർമ്മൻ ജനതയുടെ ഉള്ളിൽ ഒരു ഭീതിയാണ്. നിരവധി ഭീകരാക്രമണങ്ങൾ, ചെറുതും വലുതുമായ നിരവധി ഭീകരാക്രമണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ജർമ്മനിയുടെ തെരുവുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്തരവാദികളായിട്ടുള്ളവർ പലപ്പോഴും ജർമ്മനിയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വന്ന അനധികൃത കുടിയേറ്റക്കാരാണ് എന്നതാണ് അതിദയനീയമായിട്ടുള്ള ഒരു വസ്തുത. 2015 ഒരുപക്ഷെ ജർമ്മനിയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായുള്ള ഒരു വർഷമായി രേഖപ്പെടുത്തപ്പെട്ടേക്കാം. കാരണം അന്നാണ് ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറിയത്. അക്ഷരാർത്ഥത്തിൽ ജർമ്മനിയിൽ സംഭവിക്കുന്നത് എന്താണ്? പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു പ്രതിഭാസത്തിനാണോ ജർമ്മൻ ജനത ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജർമ്മനിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിലാണ്. ശ്രീ ജോസ് കുമ്പളവേലിൽ, അങ്ങേ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 9 മാസത്തെ ഒരു ചെറിയൊരു കണക്ക് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 9 മാസം മുമ്പ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഭീകരാക്രമണം നടന്ന മാൻഹെയിമിൽ നിന്നും അധികം അകലെയല്ലാത്ത ഒരു സ്ഥലത്ത് അഫ്ഗാൻ വംശജനായിട്ടുള്ള ഒരു വ്യക്തി ഒരു കത്തിയാക്രമണം നടത്തുന്നു, ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തുന്നു. പിന്നീട് ഓഗസ്റ്റിൽ ഒരു കത്തിയാക്രമണം സൊലിംഗൻ എന്ന് പറയുന്ന പ്രദേശത്ത് നടത്തുന്നു, 3 പേര് മരണപ്പെടുന്നു. അതിനും ഉത്തരവാദിയായിട്ടുള്ളത് സിറിയൻ വംശജനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡിസംബറിൽ നമ്മളെ ഏവരെയും ഞെട്ടിച്ച ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റിയുള്ള ആക്രമണം. ജനുവരിയിൽ ഒരു അഫ്ഗാൻ അഭയാർത്ഥി നടത്തിയ ആക്രമണത്തിൽ 2 വയസ്സുള്ള ഒരു കുട്ടിക്കും ഒപ്പം തന്നെ മറ്റൊരാൾക്കും ജീവൻ നഷ്ടപ്പെടുന്നു. ഈ ഫെബ്രുവരിയിൽ തന്നെ 24 വയസ്സുള്ള ഒരു അഫ്ഗാൻ അഭയാർത്ഥി നടത്തിയ ഭീകരാക്രമണത്തിൽ വീണ്ടും വളരെയധികം പേർക്ക് പരിക്കേൽക്കുന്നു. ഒപ്പം ഏറ്റവും ഒടുവിൽ ഈ മാർച്ച് 3-ാം തീയതി മാൻഹെയിമിൽ നടന്ന ഒരു ആക്രമണം, അത് ഭീകരാക്രമണമാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അത്തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ആക്രമണങ്ങളെയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അർഹരല്ലാത്തവർക്ക് ഒരു കരുണ കാണിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണോ ജർമ്മൻ ജനത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ജോസ് കുമ്പളവേലി. തീർച്ചയായും. അതായത് ജർമ്മനിയുടെ വിശാല മനസ്കത, ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ ചെയ്തികളൊക്കെ ലോകം മറന്നു പോകുന്നുണ്ടെങ്കിലും ജർമ്മനിയുടെ മനസ്സിൽ, ജർമ്മനിയുടെ മനസ്സാക്ഷിയെ ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്നത്തെ കൊടും ചെയ്തികൾ. മില്യൺ ആൾക്കാരെ വകവരുത്തി, അതും അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ജീവനെടുത്ത ഒരു സംഭവം. ഇവർക്ക് അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ കരുണ. ലോകം മുഴുവൻ ഉള്ള ആളുകളെയും ഉൾക്കൊള്ളണം. നമ്മൾ ഒരിക്കലും അതേ തരത്തിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ പാടില്ല. നമ്മളുടെ ചെയ്തികൾ, അതായത് ഒരു സമുദായത്തിന്റെ കാര്യം മാത്രമായിട്ടല്ല, ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി, എല്ലാവർക്കും നല്ലത് പകർന്നു കൊടുത്ത്, ജീവിതം പകർന്നു കൊടുത്ത്, എല്ലാവർക്കും കുടിയേറാനുള്ള ഒരു മനസ്സ് വികാസപ്പെടുത്തിയാണ് ഇപ്പോൾ ജർമ്മനി മുന്നോട്ട് പോകുന്നത്. അത് അംഗല മേർക്കലിന്റെ കാലത്ത് 16 വർഷത്തോളം അത് തുടർന്നതിന്റെ ഒരു അനന്തര ഫലമാണ് 2015 2 മില്യൺ ആൾക്കാര് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു സുനാമി പോലെ ജർമ്മനിയിലേക്ക് കടന്നു കയറിയത്. അത് ഒരുപക്ഷെ അന്നത്തെ ചാൻസലറായിരുന്ന മെർക്കൽ പോലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇത്രമാത്രം ദുരന്തമാവുമോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കടക്കൽ, അത് സമാധാനത്തിന്റെ കടക്കൽ കത്തിവെച്ച ഒരു സംഭവമായി മാറുമോ എന്ന് ആരും തന്നെ ചിന്തിച്ചില്ല. അത് ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുക. അപ്പം ജോർജ് പറഞ്ഞ കണക്കനുസരിച്ച് അതിന്റെ ഏറ്റവും അവസാനത്തെ വരികയാണെങ്കിൽ, ഏറ്റവും അവസാനത്തെ 3 ആഴ്ചക്കുള്ളിലെ കണക്ക് പറയുകയാണെങ്കിൽ അതാണ് ഇച്ചിരൂടെ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. 2 വയസ്സുള്ള ഒരു കുട്ടിയെ കത്തിക്ക് ഇരയാക്കുക എന്ന് പറയാം. അതിന് ഒരു കുത്തല്ല, പല കുത്ത് കിട്ടിക്കഴിയുമ്പോഴത്തെ ആ കുഞ്ഞു ശരീരത്തിൽ ഒരു ഒരു പോറലേൽക്കുമ്പോൾ തന്നെ നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരു, നമ്മുടെ ബന്ധമല്ലെങ്കിൽ പോലും, ഒരു 3-ാം കക്ഷിയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മിന്നലുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ കൂടെയുള്ള, അത് രക്ഷിക്കാൻ ശ്രമിച്ച ആളിനെ അന്നേരം തന്നെ അതും ചെയ്യുന്നത് എവിടെയാ? കഴുത്തിലാണ് വയ്ക്കുന്നത്. അപ്പൊ അത് മനഃപൂർവ്വമല്ലേ? ഇപ്പൊ എന്ത് സൈക്കോളജി വിഷയം ഇവിടെ മാനസിക വിഭ്രാന്തിയാണെന്നാണ് പോലീസും
അല്ലെങ്കിൽ കോടതിയൊക്കെ ഇവരെയൊക്കെ തള്ളിവിടുന്നത്, അവരെ ഒടുവിൽ പുറത്ത് വിടുന്നതും ചിലപ്പോൾ അതുപോലെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇതിന് മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ഇന്നലെ നടന്ന സംഭവം അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ 12:30 മണിയോടുകൂടി പ്രാദേശിക സമയം, ഇന്നലെ ഇവിടെ കാർണിവാല്, അതായത് നോയമ്പ് വീടലിന് മുമ്പുള്ള ഏറ്റവും വലിയ ഉത്സവം, ജർമ്മനിയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കാർണിവൽ ഉത്സവം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പേര് കേട്ടത് കൊളോണും ഡ്യൂസൽഡോഫും, ഞാൻ താമസിക്കുന്ന കൊളോണും ഡ്യൂസൽഡോഫും പിന്നെ മറ്റ് പ്രാന്തപ്രദേശങ്ങളാണ്. അപ്പൊ ഇന്നലെ ജർമ്മനിയിലെ കാർണിവാൽ ഉത്സവത്തിൽ എനിക്ക് തോന്നുന്ന കൊളോണിൽ തന്നെ ആയതുകൊണ്ട് 10 ലക്ഷം പേര് വന്ന് കയറിപ്പോയിട്ടുള്ള ഒരു സംഭവമാണ്. അതെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ഇടയിലേക്കാണ് മാൻഹൈമിൽ അവരുടെ പ്രാദേശികമായിട്ടുള്ള സംഭവം, ഈ ഒരു ആഘോഷം നടന്നത്. അത് കരുതിക്കൂട്ടി ഒരു ഫിയസ്റ്റ കാറ്, അതും ഇത്തവണ സിറിയക്കാരും അതുപോലെ വിദേശികളല്ല എന്നുള്ള ഒരു കാര്യം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഒരു ജർമ്മൻകാരനാണ്, 40 വയസ്സുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്ത് താമസിക്കുന്ന, അതായത് ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്തും അതുപോലെ തന്നെ റൈൻലാൻഡ് ഫാൽസിലും ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ഒരാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പോലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അലക്സാണ്ടർ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 വയസ്സ്. അപ്പം മാനസിക വിഭ്രാന്തി ആണോ എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് സംശയിക്കുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും തന്നെ ഇതുവരെ ഇത് രാവിലത്തെ ഈ ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കിയ റിപ്പോർട്ടുകളിൽ പോലും അതിന്റെ വിശദാംശങ്ങൾ ഇവര് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊരു തകൃതിയായിട്ടൊരു കാര്യം ഇവര് പറയില്ല. അതിന്റെ വിശകലനം എടുത്ത് അതിന്റെ A to Z കാര്യങ്ങൾ സൂക്ഷിച്ച് മാത്രമേ ഇവർ പുറത്തു വിടുകയുള്ളൂ. അതുകൊണ്ടാണ് താമസം വരുന്നത്. എന്തായാലും 2 ആളുകൾ മരിച്ചു. ഒരാൾ 50 വയസ്സുള്ളതും മറ്റേ ആള് യുവാവാണെന്നാണ് പറയുന്നത്. സ്ഥിരീകരണം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ 2 ആള് മരിച്ചു, 11 പേര് പരിക്കേറ്റു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ജർമ്മൻകാർക്ക് അറിയില്ല. ഞാൻ 33 കൊല്ലമായിട്ട് ഞാൻ താമസിക്കുന്നു. വന്ന കാലത്തെ പോലെ ഒരു തുറന്ന ജർമ്മനി, അല്ലെ സമാധാന ജർമ്മനിയുടെ കാലം കഴിഞ്ഞുപോയി എന്ന് പറയാൻ തന്നെ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ, കഴിഞ്ഞ ഫെബ്രുവരി 23 ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. കുടിയേറ്റ വിരുദ്ധ പാർട്ടി ആയ AfD എന്നെല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ, 3 അക്ഷരം, AfD, അതായത് ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് എന്നുള്ള, അല്ലെങ്കിൽ ജർമ്മനിക്ക് ബദലായിട്ടുള്ള ഒരു കക്ഷി. അവര് 2013 അവർ ഉടലെടുത്തത്. അവര് രൂപീകരിച്ചത് ഫെബ്രുവരി 6. ഇതുവരെയുള്ള അവരുടെ പ്രകടനത്തിൽ 10.7% വോട്ട് കിട്ടിയിരുന്ന, 2021 വോട്ട് കിട്ടിയിരുന്ന ആ പാർട്ടിക്ക് ഇപ്പോൾ അത് ഇരട്ടിയാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ സംഭവം മതി. സമാധാനം ഇല്ലാതായ ഒരു രാജ്യമായിട്ട് മാറിയപ്പോൾ അതിന്റെ കൃത്യത, ജനങ്ങളുടെ പ്രതികരണം, അതായത് പാർട്ടി ബേസിൽ, അതായത് ഞാൻ ഒരു പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ പോലും അതിന് ചാഞ്ചാട്ടമുണ്ടായി AfDക്ക് വോട്ട് ചെയ്തെങ്കിൽ 83 സീറ്റോടുകൂടി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2025 തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നേടി പാർലമെന്റിൽ വന്ന് 76 സീറ്റായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞപ്പോൾ, കേസും വഴക്കുമായിട്ട് അവരുടെ മെമ്പേഴ്സിനെയൊക്കെ പുറത്താക്കേണ്ടി വന്നപ്പോൾ 76 സീറ്റ് ഇപ്പോൾ 152 സീറ്റായിട്ട് ജർമ്മനിയുടെ 2ാമത്തെ കക്ഷിയായിട്ട് വളർന്നു കഴിഞ്ഞു. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താണ് ഇനിയും ജർമ്മനിയായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ച നടക്കുകയാണ് ഒരു ഗവൺമെന്റിനായിട്ട്. 2 കക്ഷികൾ, മെയിൻ കക്ഷികളെ CDUം SPD-യാണ്. അപ്പൊ ഇവര് ചർച്ചകൾ തുടരുന്നു. ഇനിയും 1 മാസത്തിലധികം വരും ഒരു മന്ത്രിസഭ ഉണ്ടാകണമെങ്കിൽ. അപ്പൊ ഇവരെ വിറപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഇവര് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ലഭിക്കും, എന്തൊക്കെ പ്രതികരണം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. അതിനെ തന്നെ അങ്ങ് സൂചിപ്പിച്ച ഒരു പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് തന്നെ എടുത്ത് നാം പരിശോധിച്ച് നോക്കുമ്പോൾ 1990-കളിലെ ഒരു ജർമ്മൻ യൂണിഫിക്കേഷന് ശേഷം നമ്മൾ അതിന്റെ ഒരു പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഇത്തവണത്തെ ഒരു ഇലക്ഷനിൽ സംഭവിച്ചത്. 83%. അതെ. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ജനങ്ങൾ എത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഈ ഒരു സാമൂഹിക അവസ്ഥയെ എത്രത്തോളം അവർ വെറുക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കില്ലേ ഈ വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു? തീർച്ചയായിട്ടും. അതായത് ഞാൻ വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടതാണ് ഇവിടെ
8 മണിക്ക് വോട്ടിംഗ് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് അത് തീരുമ്പോൾ ഉച്ചയോടെ തന്നെ ഏതാണ്ട് പകുതി കൂടുതൽ വോട്ട് ഇവിടെ ചെയ്തു 52% വോട്ട് ചെയ്തു എന്ന് ഇവിടുത്തെ മീഡിയകൾ അല്ലെ ഔദ്യോഗികമായിട്ട് തന്നെ അത് പുറത്തു വിട്ടപ്പോൾ ഇവിടുത്തെ ആ ഒരു മത്സരത്തിന്റെ ആ ഒരു എന്താ പറയുക തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പൊക്കെ നടന്നിട്ടുള്ളത് 36%, 37%. അപ്പൊ ഇത്തവണ അത് ഉച്ചയ്ക്ക് മുന്നേ 2 മണിക്ക് മുന്നേ തന്നെ 52% നടന്നു എന്ന് പറയുമ്പോൾ ജനം ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അത് മുതിർന്നവരെ മാത്രമല്ല, 18 വയസ്സ് മുകളിലുള്ള ആർക്കും ഇവിടെ വോട്ട് ചെയ്യാം. അപ്പൊ അതേ തരത്തിൽ ഇതിനൊരു വലിയ ട്രെൻഡാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിൽ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 9 മാസത്തെ ഒരു കണക്ക്, ഏകദേശം 6ഓളം ഭീകരാക്രമണങ്ങൾ, അതിൽ കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഉത്തരവാദികളായിട്ട് നിലകൊള്ളുന്നവർ ഈ അഭയാർത്ഥികളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികൾ ഈ സർക്കാർ ഇവിടെ സ്വീകരിക്കുന്നുണ്ടോ? ഞാനിത് ചോദിക്കാൻ കാരണം അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് ആവർത്തിക്കപ്പെടുന്നു. ഇപ്പം ഡിസംബറിലാണെങ്കിലും ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആ ഒരു ദിനമായ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം, ഏറ്റവും ഒടുവിൽ ഈ നടന്ന ആക്രമണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പിന്റെ തുടക്കമായിട്ട് അനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന ഒരു ആക്രമണം. അപ്പോൾ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു? ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ഒരു പ്രാഥമിക ദൗത്യം അവിടുത്തെ ഒരു ഭരണകൂടം എത്രത്തോളം കാര്യക്ഷമമായിട്ട് നിറവേറ്റുന്നുണ്ട്? അതിനെപ്പറ്റി പറയുമ്പോൾ മുൻകാലങ്ങളിൽ നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ഏത് പാതിരായ്ക്കും ഏത് കൊച്ചു വെളുപ്പം കാലത്തും നമുക്ക് നടന്ന് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. അത് ചെറുകുട്ടികളായാലും യുവതികളായാലും അല്ലെങ്കിൽ സ്ത്രീകളായാലും ഇവർക്കൊന്നും ഉള്ളിൽ ഭയം ഇല്ലാതെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടന്ന് ജോലിക്ക് പോവുകയോ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുകയോ ചെയ്യാമായിരുന്ന ഒരു സമയം, ഒരു കാലം കഴിഞ്ഞുപോയി. ഏറ്റവും ഒടുവിലത്തെ ഇക്കാര്യം പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അത് 2015 മുതൽ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ജർമ്മനിയിൽ സംജാതമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2015 സിൽവസ്റ്റർ ദിനത്തിൽ ഏറ്റവും കൂടുതൽ മൃഗീയമായ പ്രവർത്തികൾ ഉണ്ടായത് കൊളോണാണ്. ഹൗബാനോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റെയിൽവേ സ്റ്റേഷനും ഡോം അതിനോട് തൊട്ട് ചേർന്നാണ്, ഇത് തമ്മിൽ മുട്ടിമുട്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ കേന്ദ്രം ആയിട്ട് മാറിയത്. ഇപ്പോഴും അതിന്റെ കേസ് നടക്കുന്നുണ്ട്. 1000-ലധികം പ്രതികൾ അതിലുണ്ട്. ഇതെല്ലാം തന്നെ വിദേശികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ സിറിയക്കാരും അഫ്ഗാൻകാരും അവർ നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കി വന്നിട്ട് നടത്തിയ ഒരു പ്രവൃത്തിയായിട്ട് അത് പോലീസിന് ഇത്രയും സംഭവം ഉണ്ടാവുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. അപ്പൊ അതാണ് ഇവിടെ തുടങ്ങി വെച്ച, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വെച്ച ഒരു മഹാസംഭവം. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് പിന്നീട് പ്രാദേശികമായിട്ടും അല്ലെങ്കിൽ രാജ്യമൊട്ടാകെയും പലയിടങ്ങളിലുമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതും. അത് ജനത്തിന്റെ നേരെ, അതായത് ഇപ്പം അടിക്കടി എന്നുള്ളതല്ല, വെറുതെ നടന്നു പോകുന്ന ഒരാളെ പെട്ടെന്ന് ഒരു സ്ലോഗനം വിളിച്ചിട്ട് തീർക്കുക. എന്ത് ന്യായമായി ഇതിന് പറയാനുള്ളത്? അപ്പോൾ ഇവരൊക്കെ തന്നെ എന്തിനു വേണ്ടി ഇവർ കുടിയേറി എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു കഴിഞ്ഞു, പണ്ടേ ഉയർന്നു കഴിഞ്ഞു. അതിന്റെ ഒരു പ്രതിഫലനമാണ് 83% വോട്ടിംഗ് എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, നമ്മളിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഏത് മതസ്ഥരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കാരം അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. അവിടെ നിശ്ചിതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ലഭ്യമല്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവിടേക്ക് കുടിയേറുന്ന ജനങ്ങൾ ആ രീതിയിലേക്ക് ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്കാരം അവിടുത്തെ നിയമ സംവിധാനവുമായി പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിനോടൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടാണ് അവിടേക്ക് കുടിയേറുന്ന ഭൂരിഭാഗം പേരും ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ യൂറോപ്പിലേക്കുള്ള ഒരു കുടിയേറ്റം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ സിറിയ, അഫ്ഗാൻ പോലുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കുടിയേറ്റം, അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ആ ഒരു സ്വന്തം അസ്തിത്വം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇൻ ദ സെൻസ്, ഇപ്പം ജർമ്മനിയുടെ ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സാംസ്കാരിക അന്തരീക്ഷം, അവിടുത്തെ മതപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് അനുശാസിക്കുന്ന ചില ചട്ടക്കൂടുകൾ, അതിന് ഉള്ളിൽ നിൽക്കാൻ ഇവർ വിമുഖത കാണിക്കുന്നു. അതായത് ഇവരുടെ താളത്തിനൊത്ത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ പോകേണ്ട ഒരു ഗതികേട്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ഈ കൂട്ടർ കൈയടക്കുന്നത് ഈ ഫുഡ് ചെയിൻ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ നാടൻ തട്ടുകട എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംവിധാനങ്ങളിലേക്ക് ഇവർ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ
ഇവർക്ക് നിശ്ചിതം അല്ലെങ്കിൽ ഇവർക്ക് പറ്റുന്ന ഈ ഹലാൽ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ നിർബന്ധിതരാകുന്നു. ഞാനൊരു ഉദാഹരണമാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് അവരെ സ്വീകരിച്ച ജനതയുമായിട്ട് ഒരു സാംസ്കാരികമായി ഒരു അനുരൂപപ്പെടാൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇവർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു സോഷ്യൽ കോൺസിക്വൻസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ സൃഷ്ടിക്കുന്നില്ലേ? അത് ജർമ്മനിയുടെ വിശാല മനസ്കതയും കാരുണ്യ മനോഭാവവും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നുള്ള ഒരു ചിന്താഗതി മറ്റുള്ളവർ കൃത്യമായിട്ട് പദ്ധതി തയ്യാറാക്കി മുതലെടുക്കുന്നു എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതിനോട് കൂടി ചേർക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഹലാൽ ഭക്ഷണം അല്ലെങ്കിൽ റെസ്റ്റോറന്റുകൾ അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഒരു കച്ചവട മനസ്ഥിതിയുണ്ട്. അപ്പം ജർമ്മനി ഒരു കച്ചവട സ്ഥലമായിട്ട് മാറ്റി അവരുടെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അല്ലെ അതിന്റെ ബേസിൽ അല്ലെ അതിന്റെ മറവിൽ ഈ പറഞ്ഞ ഹീനകൃത്യങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്താനായിട്ട് മറ്റു വിദേശ ശക്തികൾ തന്നെ ഇവർക്ക് പണം അയച്ച് കൈ അയച്ച് പണം നൽകുന്ന ഒരു കാര്യം കൂടി ഇവിടെ, അതായത് നമ്മൾ പറയുന്നതല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഗൾഫിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനെ കൂട്ട് പിടിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇവർ വന്നു കയറുമ്പോൾ ഇപ്പം ഞാൻ വിദേശിയാണ്, എന്നെ പോലെ തന്നെ മറ്റുള്ള വിദേശികളൊക്കെ തന്നെ സമാധാനം കാംക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലി ചെയ്ത് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് നടത്തി നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലി ചെയ്ത് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് കുടുംബം ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടന്ന് ഒരു പിന്തിരിപ്പൻ മനോഭാവം ഉണ്ടാകുന്നത് എപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് എല്ലാവരും തന്നെ ഏറ്റെടുക്കില്ല. പക്ഷെ ഏറ്റെടുക്കുന്നവർ അവരവരുടെ കൃത്യമായ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണത അവരെ പിന്തുണയ്ക്കുന്നവർ നൽകുന്നുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ കാരണം. ഇവിടുത്തെ നിയമ സംഹിതകൾ എല്ലാവർക്കും തന്നെ ഒരുപോലെയാണ്. പക്ഷേ ഇവരൊക്കെ തന്നെ കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ കോടതി പറഞ്ഞാൽ പോലും അതിനെല്ലാം അമാന്തം ഉണ്ടാകുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് നടന്ന ഈ ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവര് കൃത്യമായിട്ട് ഇപ്പൊ ഓഫീസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നിയമ പാലകരാണെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ എല്ലാം ഒരു വശത്തൂടെ വീഴ്ചകൾ മാത്രമേ ഉള്ളൂ. ആ വീഴ്ചയുടെ ഫലമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ വസ്തുതകളൊക്കെ തന്നെ. അത് അടിവരയിട്ട് തന്നെ പറയേണ്ടിയിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിക്കാനിടയായി. അതായത് ഇപ്പോൾ സിറിയയിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം കുറെ കൂടി മെച്ചപ്പെട്ടു. സിറിയയിലെ ഒരു പഴയ ഒരു അരക്ഷിതാവസ്ഥയല്ല സിറിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഏത് നിമിഷവും മാറി പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ജർമ്മൻ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി, അതായത് ഈ സിറിയയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് എനിക്ക് തോന്നുന്നു ഒരു 4000 വെച്ച് നൽകി അവരെ തിരികെ പറഞ്ഞയക്കുന്ന ഒരു പദ്ധതി. പക്ഷേ നമുക്കറിയാം 2015 ഏകദേശം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന്, സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നൊക്കെ ജർമ്മനിയിൽ എത്തിയത്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ഗുണഭോക്താക്കളാകാൻ അല്ലെങ്കിൽ അതിലേക്കൊരു അപേക്ഷ നൽകിയത് ഞാൻ മനസ്സിലാക്കുന്നത് വെറും 40 കുടുംബങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമല്ല ഇവരുടെ ഒരു അജണ്ട എന്താണ്. അതായത് തങ്ങൾക്ക് അഭയം കൊടുത്ത നാട്ടിലെ സുഖം അവർ പിടിച്ചു കഴിഞ്ഞു. തങ്ങളുടെ ഹോംലാൻഡിലേക്ക് പോകാൻ ഈ അടുത്ത കാലത്തെങ്ങും ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. തങ്ങൾക്ക് അഭയം നൽകിയ രാജ്യത്തെ ഇങ്ങനെ പയ്യെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത, ഒരു അജണ്ട അതിൽ നിന്നും വ്യക്തമല്ലേ? തീർച്ചയായിട്ടും. അതായത് അഭയാർത്ഥി ലേബലിൽ ജർമ്മനിയിൽ കടന്നുകൂടിയാൽ ജോലി ചെയ്യേണ്ട സകലമാന സൗഭാഗ്യങ്ങളും ഗവൺമെന്റിന്റെ തലത്തിൽ കിട്ടുന്നു. പിന്നെ ഞാൻ എന്തിനു ജോലിക്ക് പോകണം? ഇവർക്ക് ഇപ്പം സാധാരണഗതിക്ക് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫാമിലി എന്ന് പറയുന്ന 2 മക്കളും മാതാപിതാക്കളുമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് അത്തരം ഒരു ഐഡിയൽ ഫാമിലി അല്ല. അറിയാമല്ലോ, എത്ര വേണമെങ്കിലും അവര് മക്കളെ കുടുംബത്തിൽ പുതിയതായിട്ട് സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും മിടുക്കന്മാരെന്ന് തന്നെ പറഞ്ഞാലും അത് അതിശയോക്തിയാവില്ല. അപ്പൊ അതേ തരത്തിൽ മക്കളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള ഒരു വീട് പോലും ഗവൺമെന്റ് ഇവർക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനു ജോലിക്ക് പോകണം? എനിക്ക് പോക്കറ്റിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടുപടിക്കൽ സർക്കാരിന്റെ സാധനം കഴിക്കാനും കുടിക്കാനും മറ്റുള്ളതെല്ലാം തന്നെ ലഭിക്കുന്നു. എന്നിട്ട് ഇവര് ബ്ലാക്കായിട്ട് പോയി ജോലി ചെയ്യുന്നു, അവർ മെർസറസിൽ നടക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ വിരോധാഭാസം എന്ന് പറയും. നമ്മളൊക്കെ ജോലി ചെയ്താൽ 42% ടാക്സ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട പരിപാലന, സർക്കാരിന്റെ മാൻഡേറ്ററി ആയിട്ട് കിട്ടേണ്ട പരിപാലന പോലും ഇപ്പം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഇവർക്ക് കൊടുത്ത് ഗവൺമെന്റ് പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ പുടിനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി നമ്മുടെ സെലൻസ്കിയും കൂട്ടരും അവരെ എടുത്ത്
തോളിലേറ്റി കഴിഞ്ഞപ്പോൾ ജർമ്മനിക്ക് ഇതിൽ പരം ഒരു വീഴ്ച ജർമ്മനിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ സകലതും താറുമാറായി. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഇവിടെ വളർച്ചയില്ല, ഇവിടെ തൊഴിൽ ഉണ്ട്, തൊഴിലിന് പോകാൻ ആളില്ല. കാരണം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം ചെയ്തവരില്ല. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരെ ജർമ്മനി എപ്പോഴും ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നേരെ ചൊവ്വെ ഇങ്ങോട്ട് കുടിയേറി വന്ന് ജോലി ചെയ്യാൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയാണ്. അത് മാസങ്ങളോളമാണ് ഇതിന്റെ പ്രോസസ്സിങ്. അവിടെ എന്തോ അതിന്റെ ഫലം? അവിടെ ജോലി ചെയ്യാൻ ആളില്ല. അവിടെ നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്തവർ വേണം ഇത്തരം ഓഫീസിൽ ജോലി ചെയ്യാൻ. അത് ഗവൺമെന്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ ജർമ്മൻ പൗരത്വമുള്ളവർക്ക് മാത്രമുള്ള ജോലിയാണ്. അതിൽ പോകാൻ ആളില്ല. അപ്പോൾ ഇവരെല്ലാവർക്കും തന്നെ കൈയയച്ച് പൗരത്വം കൊടുക്കുന്നു. ഈ പൗരത്വം കൊടുക്കുന്നവരൊക്കെ തന്നെ ജർമ്മനിയുടെ സമാധാനം കെടുത്തുന്നവരായിട്ട് മാറുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും യോജിപ്പിച്ച് വായിക്കാനോ അല്ലെ നമുക്കതൊന്ന് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജർമ്മനി ഏറ്റവും വലിയ മികച്ച രാജ്യമായിട്ട് നമ്മളെല്ലാം പുറത്തിരുന്ന് അല്ലെ കേരളത്തിലിരുന്ന് നമ്മുടെ മക്കളല്ല, നമ്മുടെയൊക്കെ ബന്ധുക്കൾ അല്ലെ, അവരൊക്കെ ഞാൻ ജർമ്മനിലേക്ക് പോവാണ്, എനിക്ക് അവിടെ ചെന്നാൽ കഴിഞ്ഞാൽ സൗഭാഗ്യമാണ്, സ്വർഗമാണ്, സുഭിക്ഷമാണ് എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഒന്നുമല്ലാതായി മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജോലിയുണ്ട്, ജോലി കിട്ടില്ല. കാരണം നമ്മളുടെ കഴിവ് കുറവ്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും മികച്ച റെക്കോർഡുകൾ, മാർക്കിന്റെ തലത്തിൽ റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ കിട്ടിയത് ഇവിടെ വന്ന് ഇവിടുത്തെ കമ്പനികൾ ചോദിക്കുമ്പോൾ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ കുട്ടികൾക്കില്ല, നമ്മുടെ വിദ്യാഭ്യാസം ചെയ്തവർക്കില്ല. അതിന്റെ കുറവാണ്. ഇവിടെ ഇപ്പം ഓപ്പർച്യൂണിറ്റി കാർഡിലും അല്ലെ മറ്റുള്ള ബ്ലൂ കാർഡിലും ഒക്കെ വരുന്നവർ ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുമെന്നാണ് ഗവൺമെന്റ് ലിബറലൈസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം തൊട്ട്. പക്ഷെ ഇവർക്കാർക്കും പണിയില്ല, പണി കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഇല്ലാതെ പോകുന്നു. അതാണ് നമ്മുടെ മറ്റൊരു കാര്യം. നമ്മളൊക്കെ വരട്ടെ, അല്ലെ നിങ്ങളെല്ലാവരും വരട്ടെ, നിങ്ങൾ ജോലി ചെയ്യട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വ്യക്തിയാണ്, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതിലേക്ക് വരാനുള്ള ഒരു കഴിവ് അവർ ഇതുവരെ സ്വായത്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങ് പറഞ്ഞതുപോലെ വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് യൂറോപ്പും ജർമ്മനിയും കടന്നു പോകുന്നത്. ഒരുപക്ഷെ തമാശയായിട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ ജീവിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരൻ, ആ പൗരൻ രാജ്യത്തിന്റെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ ഈ ജർമ്മൻകാരൻ പേടിക്കേണ്ട അത്രയും ആ വ്യക്തിക്ക് പേടിക്കേണ്ടി വരത്തില്ല. കാരണം അവിടെ ആരും ഇങ്ങനെ കാറിടിച്ച് കയറ്റാൻ വരത്തില്ല, കത്തി കൊണ്ട് ആക്രമിക്കാൻ വരത്തില്ല. അപ്പോൾ അത്തരം ഒരു രാജ്യങ്ങളുടെ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ വന്നു. അത് ചിലർ ആ ഒരു അവസ്ഥയിലേക്ക് അത്തരം രാജ്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഏറ്റവും ലാസ്റ്റായിട്ട് പറയുമ്പോൾ ശ്രീ ജോസ് കുമ്പളവേലിൽ, ഇനി ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? നമുക്കറിയാം ജർമ്മനിയിൽ ഇപ്പോൾ CSU CDU പാർട്ടി ആ ഒരു കോയിലേഷൻ അധികാരത്തിലേക്ക് വരുന്നു. ഈ കുടിയേറ്റത്തിന്റെ, അനധികൃത കുടിയേറ്റത്തിന്റെ പൊളിറ്റിക്കലി ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് റൈറ്റ് വിങ് പാർട്ടിയാണ്, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ AfD പോലുള്ള പാർട്ടികൾ. അപ്പോൾ നമ്മളിത് പല രീതികളിൽ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. ഇനി ഇതിനൊരു സൊല്യൂഷൻ, ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണ്? കുറെ കൂടി കർക്കശമായിട്ടുള്ള ഒരു കാഠിന്യമേറിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ സമയമായിട്ടില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇനിയും പുതിയതായിട്ട് വരുന്ന ഗവൺമെന്റിന് ഇവർ രണ്ട് കക്ഷികൾ ആയിരിക്കണം. നേരത്തെ ഇവര് 2005 ഭരണത്തിൽ കയറിയിട്ടുള്ളതാണ്. CDU CSU അതൊരു സഖ്യമാണ്. അതിന്റെ കൂട്ടത്തിൽ SPD, ഇപ്പോഴത്തെ ഓലാഫ് ഷോൾസിന്റെ കക്ഷിയാണ് SPD എന്ന് പറയുന്നത്. അവർക്ക് 16.5% വോട്ട് മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. അവർ കഴിഞ്ഞ തവണ അധികാരത്തിലേറിയപ്പോൾ 24.4 ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം ഏതാണ്ട് 9% താഴേക്ക് പോയത്. അതോടൊപ്പം CDU CSUവിന് 34%, 39% മേർക്കലിന്റെ കാലത്ത് കിട്ടിയിരുന്ന അവർക്കിപ്പോൾ ഇത്തവണ അവർ ലക്ഷ്യമിട്ടത് 33 അതവർ 28.6 വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവർക്ക് വീഴ്ചകൾ വന്നിട്ടാണ് ഇവരിപ്പം മുഖ്യ കക്ഷികളായിട്ട് നിൽക്കുന്നത്. ഇവര് മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 630 പാർലമെന്റ് അംഗങ്ങളിൽ 316 അംഗത്തെയാണ് വേണ്ടുന്നത്. ഈ രണ്ട് കക്ഷികൾ SPD അതുപോലെ CDU CSU സഖ്യത്തിന് 328 സീറ്റാണ് നിലവിൽ ഇവർ ഭരണത്തിൽ വന്നാൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതേ കക്ഷികൾ ഭരണത്തിലേറിയാൽ പല കാര്യങ്ങളും വിഷയം ചർച്ച ചെയ്യുമ്പോൾ, വോട്ടിനിടുമ്പോൾ ഒരുപക്ഷെ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം CDUവിലുള്ള എല്ലാവരും തന്നെ മേർച്ചിനെ അത് ഫ്രീഡറിഷ് മേർച്ച് എന്ന് പറയുന്ന വ്യക്തി 69കാരനാണ്. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിനാണെങ്കിൽ
വിമാനം പറപ്പിക്കുന്ന ആളാണ്, പൈലറ്റാണ്, സ്വന്തമായിട്ട് വിമാനമുണ്ട്. അദ്ദേഹം ഒരു വലിയ കോർപ്പറേറ്റ് വക്കീലാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധി തന്നെയാണ്. 44 വയസ്സിൽ അദ്ദേഹം ഇവിടെ ചാൻസലറായിട്ട് വരേണ്ട ഒരു ആളായിരുന്നു. പക്ഷെ അന്ന് മരിച്ചുപോയ ഹെൽമുട്ട് കോളായിരുന്നു ഇവിടുത്തെ ചാൻസലർ. കോളിന്റെ ഏറ്റവും അടുത്തയാളെന്ന നിലയിൽ മേർക്കലുമായിട്ട് നിന്നിട്ട് ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് തന്നെ വനവാസത്തിന് വിട്ടു. അതിന്റെ പേരിൽ പുള്ളി മാറി നിന്നു. പിന്നീടാണ് മേർക്കൽ ഞാൻ ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടില്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസം അദ്ദേഹം കളത്തിലിറങ്ങി. അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവം വളരെയധികം തുടിച്ചു നിന്ന ഒരു സമയമാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് ഒരു ചെറിയ വീഴ്ച വന്നു. കാരണം അദ്ദേഹം കൊണ്ടുവന്ന റെസല്യൂഷൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതായത് AFD അതിന് സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു. അവിടെയാണ് ഒരു ചെറിയ വീഴ്ച അദ്ദേഹത്തിന് പറ്റിയത്. പക്ഷെ അത് തിരുത്തി കഴിഞ്ഞപ്പോഴാണ് 28.6% അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്നാൽ ഇവർ കൃത്യമായിട്ടുള്ള അജണ്ട നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പൊ AFDക്കാർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഇവർ എടുത്തു വെച്ചിട്ട് അവരുടെ മാനിഫെസ്റ്റോയിൽ ചേർത്തു എന്നാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ സംഭവം ഒന്നാണ്. ഇവിടെ അനധികൃതമായിട്ടും ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാശ് മേടിച്ച് ജീവിക്കുന്നവരെ മുഴുവൻ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. പക്ഷെ അത് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എന്ത് വേണേലും പറയാം. ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിലെ നമുക്ക് അധികാരം വന്നാൽ അധികാരത്തിൽ കയറിയാൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആ ഒരു പവർ ഉപയോഗിച്ച് പലതും അവിടുന്ന് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ പാർലമെന്റിലെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഇവരെ പുറത്തയക്കാൻ ഇപ്പം ഡീപ്പോർട്ടേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഗവൺമെന്റ് എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അങ്ങോട്ട് വിടുന്നു. 1000 യൂറോ പോക്കറ്റിൽ ഇട്ടുകൊടുത്തിട്ടാണ് ഇവരെയൊക്കെ വിടുന്നത്. തിരിച്ച് ഇങ്ങോട്ട് ഇപ്പോഴാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പേരും നാളും പാസ്പോർട്ടും എല്ലാം പുതിയതായിട്ട് വരും. അതിനിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 155 അഫ്ഗാൻ പൗരന്മാരെ ഇവിടെ ചാർട്ടർ വിമാനത്തിൽ ബെർലിനിലെ എയർപോർട്ടിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ സംഭവം എന്താണെന്നറിയാമോ? അതായത് ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ബെയർബോക്ക് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെല്ലുമ്പോഴൊക്കെ തന്നെ അവര് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ്. ഈ ഒരു കാലത്ത് 3 വർഷത്തിൽ ഏറെയായിട്ട് വിദേശകാര്യമന്ത്രിയായിട്ടിരിക്കും. അപ്പൊ ഇവരവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് ചെയ്തു കൊടുത്ത സൗകര്യങ്ങളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ തന്നെ ഇങ്ങോട്ട് വരാൻ, അതായത് താലിബാന്റെ അടിമകളായിട്ട് ജീവിക്കാതെ അവർക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ എന്നോ വ്യാജേനയാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇവിടുത്തെ പത്രങ്ങൾ പിറ്റേ ദിവസം എഴുതിയ എന്താണെന്നറിയാമോ? ഇവരാരും തന്നെ ഈ 155 പേരിൽ ആരും തന്നെ ഈ പറഞ്ഞ അവിടെ ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകളല്ല എന്നുള്ളത്. അപ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിന്റെ പിന്നിലും ഇവിടെ തന്നെ ഒരു ലോബി ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഡീപ്പോർട്ടേഷൻ ശക്തമായിട്ട് പറയുമ്പോഴും ഇമ്പോർട്ടേഷനാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? അപ്പോൾ പിന്നെ AFDയുടെ പ്രസക്തി കൂടുകയല്ലേ? കഴിഞ്ഞ 2 സംസ്ഥാനങ്ങളിൽ തൂറിങ്ങൻ സാക്സൺ സംസ്ഥാനങ്ങളിൽ അവർ 31% വോട്ട് നേടി അവർ ഭരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ പോലും അവർ മുൻപന്തിയിലെത്തിയ കക്ഷികളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ അംഗീകൃത പ്രതിപക്ഷമായിട്ട് ജർമ്മൻ പാർലമെന്റിൽ അവർ നടത്താൻ പോകുന്ന പ്രകടനം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അവരുടെ ഇടയിൽ ഈ വിദേശ വിരുദ്ധത വളർന്നു കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കാം. ഒരുപക്ഷെ ഈ പറഞ്ഞ AFDയുടെ മെമ്പർഷിപ്പ് നോക്കിയാൽ 7.2% ആൾക്കാർ കുടിയേറ്റക്കാരാണ്. അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിച്ചു പോകുമോ? അല്ലെ ഇവർക്ക് പിന്നെ ഭരണഘടനാപരമായിട്ട് ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട്, ഇവരുടെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇംപീച്ച്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ കുറെ വിശകലനം നടത്തി മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഭാവി ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇവിടെ തീരും. ഇനിയും 4 കൊല്ലം ഭരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവരുടെ ചർച്ചകൾ പലയിടത്തും വഴിമുട്ടേണ്ട പോയിന്റുകളുണ്ട്. അതൊക്കെ തന്നെ അവരെങ്ങനെ ഒരു സമവായത്തിൽ എത്തിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ, ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ ഇവരെ കൊണ്ട്, പുതിയ ഗവൺമെന്റിനെ കൊണ്ട് എത്രമാത്രം സാധിക്കും
എന്നുള്ള ഒരു കാര്യം. ഇന്നലെ തന്നെ സകല കാര്യങ്ങളും പോലീസിന്റെ അണ്ടറിൽ പോയപ്പോൾ തന്നെ ഒരു ചെറിയ ഫിയസ്റ്റ കാറും കൊണ്ട് ഒരുത്തൻ വന്ന് കയറിയിട്ട് തീർത്തില്ലേ? അപ്പൊ ഇവിടുത്തെ സുരക്ഷ എവിടെ പാളുന്നു എന്നുള്ളതല്ലേ ഇതെല്ലാം കാണിക്കുന്നത്. ഇപ്പം ഇന്നലെ കൊളോണിൽ 10 ലക്ഷം പേര് വന്നതിൽ ഒന്നും സംഭവിച്ചില്ല, ദൈവത്തിന് സ്തോത്രം പറയുന്നു. കാരണം അവിടെ എക്സ്ട്രാ ഏതാണ്ട് 3 ഇരട്ടി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് തലേ ദിവസവും റിപ്പോർട്ട് വന്നത്. അപ്പൊ മുക്കും മൂലയും അരിച്ചു പറക്കി കംപ്ലീറ്റ് ക്യാമറ വാച്ചിങ്ങിൽ നടന്നതിന്റെ പേരിലാകും ഇത്തരം ഒരു സംഭവങ്ങളൊന്നും, അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ. പക്ഷെ അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ജർമ്മനിക്ക് ഇപ്പോൾ ഉള്ളത്. വളരെ വ്യക്തമാണ്. ജർമ്മനിയും യൂറോപ്പും ലോകത്തിന് വലിയൊരു പാഠം തന്നെയാണ്. കരുണ കാണിക്കാം, പക്ഷേ അത് കരുണ അർഹിക്കുന്നവരോട് മാത്രം. അഭയം നൽകാം, പക്ഷേ നാം അഭയമേകുന്ന വ്യക്തി തിരിച്ച് അക്രമം കാണിക്കില്ല. അഭയമേകിയ ആ ഒരു വ്യക്തിക്ക് നേരെ കത്തിയും കാറും ബോംബും തോക്കുമായൊക്കെ വന്ന് അക്രമം കാണിക്കില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം. നമുക്കറിയാം, ഏതൊരു രോഗവും അതിൻ്റെ തുടക്കത്തിൽ ആ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ വലിയ സങ്കീർണതകളൊന്നും ഇല്ലാതെ ആ രോഗം ഭേദപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് തീർച്ചയായിട്ടും രോഗി വിധേയനാകേണ്ടി വരും. തീർച്ചയായിട്ടും യൂറോപ്പും ജർമ്മനിയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനധികൃത കുടിയേറ്റം എന്ന ആ ഒരു രോഗത്താൽ അവർ വലയുകയാണ്. ആ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ തീർച്ചയായിട്ടും കൂടിയേ തീരും. ജർമ്മനിയിൽ സംഭവിച്ചത്, യൂറോപ്പിൽ സംഭവിച്ചത് ലോക ജനതയ്ക്ക് ഒരു പാഠമാകട്ടെ. കൂടുതൽ സമാധാനത്തിലേക്ക്, പഴയ സമത്വ സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് യൂറോപ്പിനും ജർമ്മനിക്കും തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച മാധ്യമപ്രവർത്തകൻ ശ്രീ ജോസ് കുമുളുവേലിൽ അങ്ങേക്ക് നന്ദി.